ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നാം നോമ്പിൻ്റെ 5-ാം ദിവസത്തേക്ക് കടന്നിരിക്കുന്നു. ഇന്നത്തെ ധ്യാനത്തിനായി എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ 14-ഉം 15-ഉം വാക്യങ്ങൾ. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരുടെ പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കുകയില്ല. ഇന്നത്തെ ചിന്താവിഷയം ഊഷ്മള ബന്ധത്തിലേക്കുള്ള വിളി. ഈ 2 വരികളിലും ക്ഷമയെക്കുറിച്ച് പരാമർശിക്കുന്നു. മനുഷ്യന് ചെയ്യാൻ ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ് മറ്റൊരാളോട് ക്ഷമിക്കുക എന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഞാൻ എന്ന ഭാവമാണ്, അല്ലെങ്കിൽ ഞാനാണ് ശരി, ഞാനാണ് വലുത് എന്ന ചിന്തയാണ് കാരണം. ഇത് വിചാരിക്കുന്നത് മറ്റുള്ളവരോട് താൻ ക്ഷമിക്കുമ്പോൾ താൻ ചെറുതാവുന്നു എന്നതാണ്. എന്നാൽ അത് ശരിയല്ല. സൗത്ത് ആഫ്രിക്കൻ പ്രസിഡൻ്റായ നെൽസൺ മണ്ടേല ഒരിക്കൽ റെസ്റ്റോറൻറ്റിൽ പോകുകയുണ്ടായി. അവിടെ വെച്ച് നെൽസൺ മണ്ടേലയെ കണ്ട ഉടൻ തന്നെ പെട്ടെന്നൊരാൾ ഇറങ്ങിപ്പോയി. സെക്യൂരിറ്റി ഗാർഡുകൾ നെൽസൺ മണ്ടേലയോട് കാര്യം ചോദിച്ചപ്പോഴാണ് അറിയുന്നത്, പണ്ട് ജയിലിൽ വെച്ച് നെൽസൺ മണ്ടേലയെ കുറെ ഉപദ്രവിച്ച വാർഡനായിരുന്നു അത്. വേണമെങ്കിൽ നെൽസൺ മണ്ടേലയ്ക്ക് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനും തന്നെ ഉപദ്രവിച്ച രീതിയിൽ തിരിച്ചുപദ്രവിക്കാനും കഴിയുമായിരുന്നു. എന്നാൽ നെൽസൺ മണ്ടേല ആ വാർഡനോട് ക്ഷമിക്കുകയാണ് ചെയ്തത്. ഈ ഒറ്റ ഇൻസിഡൻറ്റിലൂടെ ക്ഷമിക്കുന്നവൻ താഴുകയല്ല, പകരം ഉയരുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റുള്ളവർ നമ്മോട് ചെയ്ത തെറ്റുകൾ ക്ഷമിക്കാതിരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഒന്നാണ്, നമ്മൾ ചെയ്ത എത്രയോ തെറ്റുകൾ നമ്മുടെ പിതാവ് നമ്മോട് ക്ഷമിച്ചിട്ടുണ്ട്. അതിനാൽ ഈ നോമ്പുകാലത്തിൽ നമ്മുടെ ഞാനെന്ന ഭാവത്തെ മാറ്റിവെച്ച് മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും ഈ നോമ്പുകാലത്ത് നമുക്ക് കഴിയട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.